ആദ്യത്തെ റെസിപ്പിയാണ് സ്വീറ്റ് മഖാന. ഇവിടെ 1 കപ്പ് മഖാന അല്ലെങ്കിൽ ഫോക്സ് സീഡ് നട്ട്സ് ആണ് ഇതിന് പറയുന്നത്. ഇത് താമരപ്പൂവിൻ്റെ സീഡ്സ് ആണ്. പിന്നെ 1 കഷ്ണം ജാഗരി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, 1 പിഞ്ച് ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ്. കാസ്റ്റ് അയൺ പാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മീതെ ഈ ലോട്ടസ് സീഡ് നട്ട്സ് അല്ലെങ്കിൽ മഖാന ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം ഒരു 3 to 4 minutes മിനിമം എടുക്കും. ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ആകുമ്പോൾ അതിനർത്ഥം ഇത് നമ്മുടെ മഖാന നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ചൂടായ മഖാനനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇത് പൊട്ടി വരും. അതിൻ്റെ അർത്ഥം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. അടുത്തത് ഞാൻ 1 കഷ്ണം ജാഗരീനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജാഗരി ഈസി ആയിട്ട് മെൽട്ടായി വരും. ആ മെൽട്ടായ ജാഗരീൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ മഖാനനെ, റോസ്റ്റഡ് ചെയ്തിട്ടുള്ള മഖാനനെ ഒന്നിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ചൂടുള്ള കടായിൽ തന്നെ ഞാൻ 1 പിഞ്ച് സീ സോൾട്ട് ഇടുന്നുണ്ട്. സീ സോൾട്ട് ഇഷ്ടമല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. അത് നല്ല ഒരു ഉപ്പുരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സീ സോൾട്ട് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പോവും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കാസ്റ്റ് അയണിൽ ജാഗരി ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അത് വേഗം പോവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മുടെ സ്വീറ്റ് മഖാന റെഡിയാണ്. നമ്മൾ സ്നാക്ക് ചെയ്യുന്ന സമയത്ത് 50 ഗ്രാംസ് ഓഫ് മഖാനയിലാണ് 100 കാലറീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് 100 കാലറീസിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട് സ്നാക്ക് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങനത്തെ ഒരു വെയിങ് സ്കെയിൽ വെച്ചിട്ട് 50 ഗ്രാംസ് ഓഫ് മഖാന എടുത്തിട്ട് കഴിക്കുക ആസ് എ സ്നാക്ക്. അടുത്ത റെസിപ്പി ഒരു കിഡിലൻ എനർജി ലഡു ആണ്. ഇത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് ഡേറ്റ്സ് ആൻഡ് കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ്. ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് പൾസ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ മിക്സിയിലും ഇത് ചെയ്തെടുക്കാം. ഇതൊരു ഉണ്ട പരുവമാവണം, നന്നായിട്ട് സ്റ്റിക്കി പരുവമാവണം, അത്രയ്ക്ക് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി സിമ്പിളാണ്. അതിനെ ലഡു ഷേപ്പ് ആക്കിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മേലിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് വരും. അങ്ങനെ നല്ല കാണാനും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡേറ്റ് കോക്കനട്ട് ലഡു റെഡിയാണ്. ഒരു 50 ഗ്രാംസ് ഓഫ് ഈ ഡേറ്റ് ലഡുവിൽ ഓൾമോസ്റ്റ് 106 കാലറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 50 ഗ്രാംസിൽ എനിക്ക് 2 ലഡൂസ് ഓൾമോസ്റ്റ് സ്നാക്കിന് നമുക്ക് കഴിക്കാൻ പറ്റും. ചോക്ലേറ്റ് ഇല്ലാത്ത സ്നാക്ക് ഇൻകംപ്ലീറ്റ് അല്ലേ? ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് റെസിപ്പിയാണ്. ഇവിടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ 1/2 കപ്പ് 100% പ്യുവർ കക്കാവോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സെയിം ക്വാണ്ടിറ്റി 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റ്നെസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹണി ചേർക്കാം. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 1 പിഞ്ച് ഹിമാലയൻ സീ സോൾട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് മൊത്തം ഒരു ബൗളിൽ എടുത്തിട്ട് വിസ്ക് ചെയ്യാണ് നന്നായിട്ട്. ഇത് കുറേശ്ശെ വെള്ളം കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇതിരിക്കുന്നത്. കാരണം നമ്മളിതിൽ വിപ്പ് ക്രീം, ഹെവി ഫാറ്റ്സ് ഒന്നും ഇടാത്തത് കൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഇത്. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇടുന്നത് കൊണ്ട് യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. കോക്കനട്ട് ഓയിൽ ഹെൽത്തി ഫാറ്റ് ആണ്. ഇൻഫാക്ട് നമ്മുടെ ബോഡീനെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്ന കോക്കനട്ട് ഓയിലിനെ ദൂരാക്കാതെ എംബ്രേസ് ദ കോക്കനട്ട് ഓയിൽ ആൻഡ് യൂസ് ഇറ്റ് ഇൻ യുവർ റെസിപ്പീസ്. ഇനി കോക്കനട്ട് ഓയിലിൻ്റെ വളരെയധികം ഫ്ലേവർ അല്ലെങ്കിൽ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇതിൽ വാനില എസൻസ് ചേർക്കാം. ഇതിൽ ഞാൻ ക്രാൻബെറീസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഫേവറേറ്റ് നട്ട്സ് ആണോ അതിടാം. ഇതൊരു 20-30 മിനിറ്റ്സ് വരെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഫ്രീസായിട്ട് വരും. ഈ ഒരു ചോക്ലേറ്റ് ബാർ ഇൻഡിവിജ്വലായിട്ട് 35 ഗ്രാംസ് വരുന്നുണ്ട്. ആ 35 ഗ്രാംസിലാണ് 100 കാലറീസ് ഉള്ളത്. സോ ഇന്നത്തെ ഈ 3 റെസിപ്പീസ് ഹെൽത്തി സ്വീറ്റ് സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ടോട്ടലി ഹെൽത്തിയാണ്, ഷുഗർ ഫ്രീ ആണ്. എന്നിരുന്നാലും ഹെൽത്തി ഷുഗർസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നാച്ചുറലി കിട്ടുന്ന ഷുഗർസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.